മലയാളിയും ഞെട്ടിത്തെറിച്ചുപോയ ശബ്ദ സംഭാഷണങ്ങളാണ് നമ്മൾ കേട്ടത്. ഗർഭസ്ഥ ശിശുവിന്റെ ജീവൻ, ആ ജീവനോട് അതിന്റെ അമ്മയ്ക്കുണ്ടാകുന്ന മാതൃസഹജമായ സ്നേഹം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അതിനെ കൊന്നുതള്ളാൻ ആഗ്രഹിക്കുന്ന, ലൈംഗിക ചൂഷണം നടത്തിയ ഒരു കുറ്റവാളിയുടെ ശബ്ദം മറുഭാഗത്ത്. ഇത് രണ്ടിനുമിടയിൽ ഒരു സ്ത്രീത്വം വിതുമ്പുന്നത് കേരളം കേട്ടതാണ്. ആ ശബ്ദത്തിന്റെ ഉടമ താനല്ല എന്ന് ബഹുമാനപ്പെട്ട MLA രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നെങ്കിൽ കൂടുതൽ ഫലപ്രദമായ അന്വേഷണം മറ്റു വഴികളിലേക്ക് പോകേണ്ടി വന്നേ. ബഹുമാനപ്പെട്ട MLA തന്നെ അത് നിഷേധിക്കാത്ത നിലയാണ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ആ സംഭാഷണം വന്നത് എവിടുന്നാണ്, ഏത് ഫോണിൽ നിന്നാണ് അത് മാധ്യമങ്ങൾ ലഭിച്ചത്, അതിനുടമയാരാണ്, അപ്രകാരം ഒരു ഗർഭചിത്രം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ ഇതെല്ലാം സമൂഹത്തിലുണ്ടല്ലോ. ആ ഒരു ഗർഭസ്ഥ ശിശുവിനെ കൊലപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിൽ നിയമം അനുസരിച്ചല്ല കാര്യങ്ങൾ നടന്നത് എന്ന് വ്യക്തമാണല്ലോ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്ന എന്താണ്, നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്ത് അത് പരിശോധിക്കപ്പെടാൻ പാടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് അത് മറികടക്കാനുള്ള ഒരു ശേഷി നിയമവാഴ്ചയിൽ ഉണ്ടാകണം എന്നാരെങ്കിലും ആഗ്രഹിച്ചാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ സമൂഹത്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ നിയമം അതിന്റെ കരങ്ങൾ നിയമവിരുദ്ധരുടെ മേലേക്ക്, കുറ്റവാളികളുടെ മേലേക്ക് എങ്ങനെയാണോ നീട്ടുന്നത് അതുപോലെ ഒരു പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നെന്ന് കണ്ടാൽ മതി. ഇതേവരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ കേസില്ല എന്ന് വാദിച്ചിരുന്ന കോൺഗ്രസിന് രാഷ്ട്രീയമായി മറുപടി പറയേണ്ടിയിരുന്ന പുതിയ ചോദ്യങ്ങൾ വരികയാണ്, പുതിയ തെളിവുകളും വരികയാണ്. അതുകൊണ്ട് പൊതുമണ്ഡലത്തിൽ വന്ന കാര്യങ്ങൾ മാത്രം മതി ഇക്കാര്യത്തിൽ കുറ്റവാളികളെ കണ്ടെത്താനും അതിന്റെ ഭാഗമായ നിയമ നടപടികളിലേക്ക് കടക്കാനും. അത് ചുമതലപ്പെട്ടൊരു സർക്കാർ അതിന്റെ നടപടിക്രമങ്ങൾ വളരെ അവധാനതയോടെ ആരംഭിച്ചിരിക്കുന്നു. ഒരു ജനപ്രതിനിധി ആയതുകൊണ്ടും പ്രതിപക്ഷത്തെ MLA ആയതുകൊണ്ടും ഒരു വേട്ടയാടലിന്റെ സ്വഭാവത്തിൽ സർക്കാർ പ്രതികരിച്ചില്ല എന്നാണ് ഇതേവരെയുള്ള സർക്കാരിന്റെ നിയമാനുസരണം മാത്രമുള്ള ചുവടുവെപ്പുകളിൽ കാണുന്നത്. ചാടിക്കയറി സർക്കാരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ പ്രക്രിയയോട് സഹകരിക്കാൻ ബഹുമാനപ്പെട്ട MLA തയ്യാറാകണം എന്നാണ് കേരളം പറയുക. MLA ഇതുവരെ ഏത് നിയമവ്യവസ്ഥയ്ക്കും താൻ പുറത്താണെന്ന് അഹങ്കരിച്ചിരുന്നു. പക്ഷെ നിയമത്തിന് അദ്ദേഹം കീഴടങ്ങുമോ എന്നുള്ളതാണ് വ്യക്തമാക്കേണ്ടത്. അത്തരമൊരു രീതിയല്ല അവർ സ്വീകരിക്കുന്നത്. ഷാഫി പറമ്പിലും പ്രതിപക്ഷ നേതാവ് VD സതീശനുമെല്ലാം ഇതൊരു അടഞ്ഞ അധ്യായമാണ് എന്ന് പറയുമ്പോൾ അധ്യായം അടയുകയല്ല, അധ്യായം തുറക്കുകയാണ് ചെയ്യുന്നത്. ഇവര് നമ്മുടെ നാട്ടിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് കാലത്തിന് മുന്നിൽ, സമൂഹത്തിന് മുന്നിൽ ഉത്തരം പറയാൻ ബാധ്യസ്ഥമാകുന്ന ദിവസങ്ങളിലേക്കാണ് ഈ നിയമപ്രക്രിയ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. നമുക്കറിയാം, ഈ ഒരു പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇനിയാണ് ഈ ഒരു യഥാർത്ഥ പോരാട്ടം നടക്കാൻ പോകുന്നത് എന്നാണ് പൊതുവെ പറയുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു സ്ഥിതി, അതിൽ എത്രത്തോളം മങ്ങലേറ്റിട്ടുണ്ടെങ്കിൽ പോലും തലയുയർത്തി നിൽക്കുന്ന ഒരു കോൺഗ്രസ് നേതാക്കളെ തന്നെ നമ്മൾ കാണുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് MLA സസ്പെൻഡ് ചെയ്തത് മാത്രം, അങ്ങനെ ഒരു സസ്പെൻഷനിൽ ഒതുക്കിയ ഒരു നടപടി പോലും വിമർശനമായി ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേസ് പോലും എടുത്തിരിക്കുന്നത്. ഇനിയും എന്തൊക്കെ ന്യായീകരണങ്ങളായിരിക്കും നേതാക്കൾ പറയുന്നത്? അല്ലെങ്കിൽ VD സതീശൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ബോംബ്, ഇനിയും ബോംബുകൾ പൊട്ടാനുണ്ടോ എന്നുള്ളൊരു ആശങ്കയോടെ മറ്റു നേതാക്കൾ നോക്കുകയാണോ? അല്ല, ഒരു കാര്യത്തിൽ വക്തത വരുത്താൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും ബോംബുകൾ ആരുടെ കൈവശം ഉണ്ടെങ്കിൽ അത് പൊട്ടുമെന്ന് കരുതി നിയമവാഴ്ചയിൽ ഒരു വിട്ടുവീഴ്ചയും കേരള സർക്കാർ ചെയ്യുന്നതല്ല. അത്തരമൊരു ഔദാര്യവും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇടതുപക്ഷത്തിന് ആവശ്യമില്ല. അതുകൊണ്ട് ബോംബുകൾ കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും വേഗം അത് പൊട്ടിക്കാൻ ബഹുമാനപ്പെട്ട VD സതീശനോട് നമ്മൾ സവിനയം അഭ്യർത്ഥിക്കുക, അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയല്ല. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണെങ്കിൽ അദ്ദേഹം ഒന്നും മറച്ചു വെക്കരുത്. അത് CPM താങ്ങാൻ പറ്റുമെന്നും നോക്കേണ്ടതില്ല. ഒരൗദാര്യം ആവശ്യമില്ല. ഞങ്ങളുടെ ഒരു നേതാവിനും ഞങ്ങളുടെ ഒരു പ്രവർത്തകനും സതീശന്റെ സൗജന്യം ആവശ്യമില്ല. അതുകൊണ്ട് പ്രതിപക്ഷം ചെയ്യേണ്ടത്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പിടിക്കപ്പെട്ടത് ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷം ഇറങ്ങിത്തിരിച്ചത് കൊണ്ടല്ല. കോൺഗ്രസിന് തന്നെ അവരുടെ പിന്നിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ തന്നെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയതിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ MLA പിടിക്കപ്പെട്ടത്. അവരുടെ ആഭ്യന്തര കാര്യമാണ്. ആ കുട്ടി
അവര് ആദ്യം തന്നെ പറഞ്ഞു, കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളുടെ ഭാര്യമാരും മക്കളും ഈ വ്യക്തിയാൽ ദുരുപയോഗിക്കപ്പെട്ടിരിക്കുന്നു. അതാരാണ് അസ്വസ്ഥമാക്കേണ്ടത്? ആരാണ് ഇതിന് വേദനിക്കേണ്ടത്? ആ അധ്യായം അടഞ്ഞോ? ആ വെളിപ്പെടുത്തലിന്റെ അധ്യായം അടഞ്ഞോ? 1000 ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് നേരെ ഉയരുന്നത്. കോൺഗ്രസിലെ 2 പ്രധാനപ്പെട്ട പ്രവർത്തകർ എറണാകുളം ജില്ലയിൽ അവർക്ക് അശ്ലീല സന്ദേശം അയച്ചതിനെ തുടർന്ന് അവർ KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തനം അവസാനിപ്പിച്ച് പ്രസ്ഥാനം വിട്ടുപോയി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.